നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാജീവ് ഉണ്ടായിരുന്നോ അവിടെ? ഉണ്ടായിരുന്നു. എന്നിട്ട് അവനെന്താ ചെയ്തത്? ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയെന്നും എനിക്കിനി വേറെ കല്യാണത്തിന്റെ ആവശ്യമില്ലെന്നും എന്നെ ചേർത്ത് പിടിച്ചു നിർത്തി പറഞ്ഞു. അതോടെ അവരിറങ്ങിപ്പോയി. ഇത്രയുള്ളോ കാര്യം? ഇതിനാണോ മോളിനി അങ്ങോട്ട് പോവില്ല എന്നും സാറ് വേറെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞത്? ശരിയാവില്ല അച്ഛാ. ഞാൻ രാജീവ് സാറിനെ പറ്റിയ ആളല്ലാത്തത് കൊണ്ടല്ലേ അവര് വേറെ പെണ്ണാലോചിച്ചത്. അങ്ങനൊരു കുറ്റം പേറി മരണം വരെ ജീവിക്കാൻ വയ്യ. ആ കല്യാണാലോചനയ്ക്ക് ശേഷം സാർ എന്നെ സ്നേഹത്തോടെ നോക്കുമ്പോഴും അതൊരു ഔദാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. മോളെ, നീ രാജീവിനെ പറ്റിയ പെണ്ണാണോന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ഞാനോ ശാരദയോ കൃഷ്ണൻകുട്ടിയോ വിജയലക്ഷ്മിയോ ആണോ? അത് രാജീവ് ഒറ്റയാള് മാത്രമാ. രാജീവിന് ചേർന്ന പെണ്ണ് നീയാണെന്ന് ഈ ലോകം മുഴുവൻ പറഞ്ഞാലും അത് അവൻ അംഗീകരിക്കണമെന്നില്ല. അല്ലാന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. അത് അവന് തന്നെ തോന്നേണ്ട കാര്യമാണ്. അവന്റെ അറിവോടെയാ ഈ ആലോചന നടന്നെങ്കിൽ നിന്നെ ഭാര്യ എന്ന് പറഞ്ഞ അവൻ പരിചയപ്പെടുത്തുവോ? അമ്മയെ അമ്മാവനോ ഒക്കെ പറഞ്ഞത് തട്ടിയിട്ട് ഇതാ എന്റെ പെണ്ണ്, എനിക്കിവളെ മാത്രം മതിയെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരു പുരുഷന്റെ കൈ. അതാ മോളെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ ബലം. ഏത് കൊടുങ്കാറ്റിന്നും പേമാരിന്നും കാത്തോളും നിന്നെ കൈ. ജീവിതത്തിൽ ഒരു തീരുമാനം തെറ്റിയാൽ മതി മോളെ, മൊത്തം താളപ്പിഴകൾ വന്ന് നിറയാൻ. മടിത്തെറുപ്പിലിരിക്കുമ്പോ മാണിക്യത്തിന്റെ വില അറിയില്ല. കളഞ്ഞു കുളിച്ചാ പിന്നെ അത് തിരിച്ചു കിട്ടണമെന്നില്ല. അച്ഛന്റെ വിധി മോൾക്കുണ്ടാവരുത്. ഞാൻ ചെയ്തത് തെറ്റായ അച്ഛാ. ചെറിയൊരു തെറ്റ്. കരയണ്ട. മോൾ ഇങ്ങോട്ട് പോകുന്ന കാര്യം രാജീവ് അറിഞ്ഞോ? ഇല്ല, സാർ കോളേജിൽ പോയി കഴിഞ്ഞു ഞാനിങ്ങോട്ട് വന്നത്. വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയോ? അവരോടൊന്നും പറഞ്ഞില്ല. മോൾ അവരോട് മുഷിഞ്ഞ് സംസാരിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. എന്നാ ഈ അബദ്ധം മറ്റാരും അറിയാതെ നമുക്ക് പരിഹരിക്കാം. മോളൊരിക്കോ അച്ഛൻ കൊണ്ടുപോയി ആക്കാം രാജീവിന്റെ വീട്ടിൽ. അച്ഛനോ? അച്ഛൻ തന്നെ. മോളുടെ വീടൊന്ന് കാണാമല്ലോ അച്ഛന്. പിന്നെ ശാരികയ്ക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഒരു തോന്നലുണ്ടാവട്ടെ വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.